ബിസിനസ് കൺസൾട്ടൻസി എന്ന് വെച്ചാൽ തന്നെ പ്രോബ്ലം സോൾവിങ് ആണല്ലോ. നിങ്ങൾ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് പോകുമ്പം ക്ലയൻറ്റ് പറഞ്ഞു തരുന്നതാണോ പ്രോബ്ലം, അല്ല നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണോ? ക്ലയൻറ്റ് നമ്മളടുത്ത് ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ അത് തന്നെയാണോ ആ ബിസിനസ്സിലെ യഥാർത്ഥ പ്രോബ്ലം എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്തിട്ടേ മുന്നോട്ട് പോകുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞ ഏതെങ്കിലും വർക്കിൻ്റെ സെനാരിയോ വെച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഒരു ഓണ്ടർപ്രണർ എൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞത് അവരുടെ ബിസിനസ്സിൽ ഒരുപാട് ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെൻറ്റ് മാർക്കറ്റിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു. ഏകദേശം 4-5 കോടിയോളം രൂപ മാർക്കറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ശരിയാണ്, ഇത്രയും ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കിടക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പോളിസീസോ അല്ലെങ്കിൽ ഒരു കളക്ഷൻ സ്ട്രാറ്റജിയോ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയോ ഒന്നും ബിൽഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ആ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം, ഈ ഫിനാൻസിൽ ഇത്രയും തകിടം പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ പീക്ക് ടൈമിൽ, അവർ ഏറ്റവും കസ്റ്റമേഴ്സ് അവരുടെ ഷോറൂമിൽ കയറി വന്നിട്ട് ബിസിനസ് നടക്കുന്ന പീക്ക് ടൈമിൽ അവിടെ നടക്കുന്ന സിസ്റ്റം അത് കറക്റ്റ് അല്ലായിരുന്നു. ആ പ്രോസസ്സ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഫിനാൻസ് ടോട്ടലി അവതാളത്തിലായത്. അപ്പോൾ ആ ഒരു ബിസിനസ് ഓണർ നമ്മളോട് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ചു. അത് മാത്രമല്ല, ആ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഏത് സാഹചര്യമാണെന്നുള്ളത് കണ്ടെത്തി ആ സാഹചര്യത്തിലുള്ള പ്രശ്നങ്ങൾ കൂടെ പരിഹരിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ബിസിനസ്സിലെ പ്രശ്നങ്ങൾ നമുക്ക് പരിപൂർണമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റിയത്.